ബൈക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ വിചാരിച്ചു വല്ല ഇല്ലീഗൽ ട്രെക്കിംഗ് ആയിരിക്കും. ഇല്ല, ഞങ്ങളോട് സാറോടൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ കൊളുക്കുമല പോലെ ഒരു സൺറൈസ് കാണുമെന്ന് കുറച്ച് ദിവസം ഇവിടെ എന്നോട് പറയുന്നത്. അതിനേക്കാൾ നല്ലൊരു സൺറൈസ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത്തിരി നടക്കേണ്ടി വരും. പണ്ട് കൊളുക്കുമല വഴി 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു പോയ മീശപ്പുലിമലയല്ല ഇപ്പോൾ. KFDC സൈറ്റിൽ കയറി അവൈലബിലിറ്റി നോക്കി സ്റ്റേ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ എത്താൻ. രണ്ട് തരം സ്റ്റേ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് റോഡോ മാൻഷൻ, ഒന്ന് ബേസ് ക്യാമ്പ്. റോഡോ മാൻഷൻ 5400 ടാക്സുമാണ്, ബേസ് ക്യാമ്പ് 3600 ടാക്സുമാണ്. നമുക്ക് നമ്മളെ പേഴ്സണൽ വെഹിക്കിൾസ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് തള്ളിയിട്ടൊക്കെ സമ്മതിച്ചാണ്. അല്ലാത്തവർക്ക് ജീപ്പിൽ മേലോട്ട് പോകാം. ജീപ്പ് അവർ അറേഞ്ച് ചെയ്ത് തരും. 3500 രൂപയാണ്. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി തിരിച്ചിവിടെ തന്നെ ആക്കി തരും. പോകുന്ന വഴിക്ക് സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമുണ്ട്. അവിടുത്തെ കുറച്ച് പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ 2 ജീപ്പ് ഉണ്ടാവും. ആ ജീപ്പിൻ്റെ പിന്നാലെ അങ്ങ് പോയാൽ മതി എന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു. ജീപ്പ് ഒരു പോക്ക് പോയി. ഞങ്ങളിങ്ങനെ പതുക്കെ ഓഫ് റോഡൊക്കെ നിരങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ജീപ്പിനെ കണ്ടുട്ടോ. ആ ജീപ്പിലാണെങ്കിൽ കുസാറ്റിൽ നിന്ന് വന്ന ഒരു 10-12 പിള്ളേരുണ്ടായിരുന്നു. അവർ ബേസ് ക്യാമ്പ് സ്റ്റേ ആണെന്നാണ് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞത്. സൈലൻറ്റ് വാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇതുപോലത്തെ റോഡാണ് ബേസ് ക്യാമ്പ് വരെ. ബേസ് ക്യാമ്പിൻ്റെ അപ്പുറത്തേക്കും ഇതുപോലെ തന്നെയാണ്. പിന്നെ നമ്മളെ വണ്ടി ബിൽറ്റ് ഫോർ നോ റോഡ്സ് ആണല്ലോ. എവിടെ ഒന്ന് ഞാൻ വീഴാനും പോയിട്ടുണ്ടായിരുന്നു. ബേസ് ക്യാമ്പിൽ മൊത്തം ടെൻറ്റ് സ്റ്റേസ് ആണ്. 40ഓളം ടെൻറ്റുകളുണ്ട്. അവിടെ ഒരു വൈബായിരിക്കും കുറേ ആൾക്കാരുണ്ടെങ്കിൽ. ഇതേ കാണുന്നതാണ് ബേസ് ക്യാമ്പ്. ബേസ് ക്യാമ്പ് കയറി നമ്മൾ ഡീറ്റെയിൽസ് അവിടെ കൊടുത്ത് അവിടുന്ന് കുറച്ച് ദൂരം കൂടി മേലോട്ട് ഓഫ് റോഡ് കയറി പോയാലാണ് നമ്മളെ സ്റ്റേ എത്ത റോഡോ മാൻഷൻ. ബേസ് ക്യാമ്പിൽ സ്റ്റേ എടുത്തൊരു 4:30 എണീറ്റിട്ട് അവർ വീണ്ടും റോഡോ മാൻഷനിലേക്ക് ട്രക്ക് ചെയ്ത് വന്നിട്ട് അവിടുന്ന് മീശപ്പുലിമല ട്രക്ക് ചെയ്യണം. റോഡോ മാൻഷൻ ട്രക്കിങ്ങിൻ്റെ നേരെ താഴത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒന്ന് വീണു എന്നുള്ളത്, അത് ഇതാണ് കേട്ടോ. ഇവിടുന്ന് മേലോട്ടേക്ക് പിന്നെ ആരും ഇല്ലായിരുന്നു. ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി നേരെ പോകുന്നത് റോഡോ മാൻഷനിലേക്കാണ്, വഴി തെറ്റാനൊന്നുമില്ല. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് നല്ല റോഡ് വരും, കുറച്ച് കോൺക്രീറ്റ് ചെയ്ത റോഡ് വരും. മേലോട്ടേക്ക് എത്തി തുടങ്ങുന്നതിനനുസരിച്ച് തണുപ്പും വരുന്നുണ്ട്. ഒരു സ്പോട്ടിലെത്തിയപ്പോൾ ഇങ്ങനെ കോട കയറി വരുന്നത് കണ്ടു. ഏകദേശം എത്താനായി നമുക്ക് മനസ്സിലായി മീശപ്പുലിമല. അവിടുന്ന് കുറച്ച് വണ്ടിയുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ റോഡോ മാൻഷൻ. അവിടുന്ന് ഇത്തിരി ദൂരമുള്ള റോഡോ മാൻഷനിലേക്ക്. പിന്നെ അവിടെ എത്തി ഞങ്ങളെ റൂമിൻ്റെ കീയൊക്കെ വാങ്ങി റോഡോ മാൻഷനൊക്കെ ഒന്ന് കണ്ട് ഈ ഗാർഡാണ് ഞങ്ങൾക്ക് നാളെ ഞങ്ങളെ കൂടെ വരാനുള്ളത്. അടിപൊളി റൂംസാണ് ഇവിടെ ഉള്ളത്. 2 സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടാവും. നല്ല തണുപ്പായിരിക്കും. രാത്രി 4-5 വരെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ട്രെക്കിങ്ങും സൺറൈസും നാളെ.